എ കാർപ്പൻറ്റർ വാണ്ട്സ് ടു മേക്ക് 3 meter ലോങ് ലാഡർ. 3 മീറ്റർ നീളമുള്ള ഒരു ഏണി ഉണ്ടാക്കാനായിട്ട് ഒരു കാർപ്പൻറ്റർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ റങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഏണിയുടെ സ്റ്റെപ്പുകൾ 25 സെൻറ്റിമീറ്റർ അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റങ്സിൻ്റെ നീളം ഏറ്റവും ആദ്യത്തെ പടി 45 സെൻറ്റിമീറ്റർ ഉണ്ട്. അത് കുറഞ്ഞ് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ അത് 25 സെൻറ്റിമീറ്ററായി കുറയുന്നു. ഏറ്റവും താഴെയുള്ളതും ഏറ്റവും ടോപ്പിലുള്ളതുമായ ആ പടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.5 മീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊന്ന് പിക്ചറൈസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഏണി ഉണ്ടാക്കാൻ പോകണം. ഏണിയുടെ നീളം 3 മീറ്ററാണ്. ഞാനത് 300 സെൻറ്റിമീറ്റർ ആക്കി മാറ്റും. ഇനി ഇതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. അടുത്ത ചവിട്ടുപടിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് അടുത്ത റങ്സ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ റങ്സ് വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഏറ്റവും അവസാനത്തെ റങ്ങിൻ്റെ നീളം 25 സെൻറ്റിമീറ്ററാണ്. ഇത് 45 സെൻറ്റിമീറ്ററാണ്. ഇതിങ്ങനെ കുറഞ്ഞ് അവസാനത്തത് 25 സെൻറ്റിമീറ്ററാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ആദ്യത്തെ ചവിട്ടുപടിയും അവസാനത്തെ ചവിട്ടുപടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.5 മീറ്ററാണ്. ഞാനത് സെൻറ്റിമീറ്റർ ആക്കിയിരിക്കുന്നു, 25 സെൻറ്റിമീറ്റർ ആക്കിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എത്ര ചവിട്ടുപടി ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു 25 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ 2 ചവിട്ടുപടിയുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെ ആണെങ്കിൽ 25 + 25 50 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ 3 ചവിട്ടുപടിയുണ്ട്. ഓക്കെ, അപ്പോൾ ചവിട്ടുപടികൾ തമ്മിലുള്ള ഡിഫറൻസ് 25 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ 250 സെൻറ്റിമീറ്റർ ഡിഫറൻസ് ഉണ്ട് ആദ്യത്തെ ചവിട്ടുപടിയും രണ്ടാമത്തെ ചവിട്ടുപടിയും തമ്മിൽ. അപ്പോൾ 250 സെൻറ്റിമീറ്റർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് റങ്സ് കണ്ടുപിടിക്കാൻ വേണ്ട. ഒരു ചെറിയ ഉദാഹരണം ആദ്യം പറയാം. 25 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ 2 റങ്സ് ഉണ്ട്. ഓക്കെ, അടുത്തത് വേണമെങ്കിൽ ഇവിടെ പറയാം. 50 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ 25, ഇവിടെ നിന്ന് ഇവിടം വരെ 25, അതായത് 50 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ 3 റങ്സ് ഉണ്ട്. എന്നാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 25നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അതിനോട് ഒരു 1 കൂടി കൂട്ടുമ്പോൾ 2 റങ് കിട്ടും. 50 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 50നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അതിനോട് ഒന്നുകൂടി കൂട്ടുമ്പോൾ 3 റങ്സ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളത് 250 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസാണ്. 250 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസിൽ എത്ര റങ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 250/25നോട് ഒരു റങ്ങും കൂടി കൂട്ടണം. അതായത് ഇത് 0th റങ്ങായിട്ട് എടുക്കുക. ഇത് 0, ഇത് 1ാമത്തെ റങ്, അപ്പോൾ 25, 2ാമത്തെ റങ് 50, ഇത് 10ാമത്തെ റങ്, അത് 250. പിന്നെ ഈ 0th റങ്ങും കൂടി കൂട്ടണം. അതായത് 11, 25/50/25 എന്ന് പറഞ്ഞാൽ 10 + 11, 1 എന്ന് പറയുമ്പോൾ 11 റങ്സ് ഉണ്ടാവും. അതായത് 25 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ 2 റങ് ഉണ്ട്. അതായത് 25 സെൻറ്റിമീറ്ററാണ് ഇവർ തമ്മിലുള്ള അകലം. അപ്പോൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുള്ളൂ. പക്ഷേ ഈ 0th ഏറ്റവും അവസാനം ഒരെണ്ണം വെച്ചേക്കണം കൂടി കൂട്ടണം. അപ്പോൾ 250 സെൻറ്റിമീറ്റർ ഡിഫറൻസിലാണെങ്കിൽ 250നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 റങ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് 1, 2, 3, 4 ഇത് 10 ആയിരിക്കും. പിന്നെ ഈ 0th റങ്ങും കൂടി കൂട്ടണം. അതാണ് 11 റങ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ മിഡിൽ റിംഗ്? രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ വേണം. മിഡിൽ റിങ്ങിൻ്റെ നീളമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ നിന്ന് ഇവിടം വരെ 11 റങ് ഉണ്ട്, 11 റങ്സ് ഉണ്ട്. ആദ്യത്തെ റങ്ങിൻ്റെ നീളം 45, രണ്ടാമത്തെ റങ്ങിൻ്റെ നീളം എത്രയെന്ന് അറിയില്ല. എന്തായാലും അത് ഒരുമിച്ചാണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ അറിയാം, A2 അറിയില്ല. പക്ഷെ 11ാമത്തെ റങ്ങിൻ്റെ നീളം A11 അത് അറിയാം നമുക്ക്. ഓക്കെ, A11 എത്രയാണ്? അതായത് ആദ്യത്തെ റങ്ങ് 45, രണ്ടാമത്തെ റങ്ങ് അറിയില്ല, A11 അറിയാം, അത് 25 സെൻറ്റിമീറ്റർ. 11ാമത്തെ റങ് 0th റങ്, 0 എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് കൂട്ടുക, 1, 2, 3, ഇത് 11ാമത്തെ റങ്ങാണ്. ഓക്കെ, നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ കൂട്ടരുത്. ഒന്നാമത്തത് ഇത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, 11ാമത്തേത്. ഒന്നാമത്തത് 45 ഉണ്ട്, 11ാമത്തത് 25 ഉണ്ട്. കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ A = 45.
A11 എന്ന് പറഞ്ഞാൽ A പ്ലസ് 10D 25 ആണ്. A നമുക്കറിയാം 45 പ്ലസ് 10D ഈക്വൽ ടു 25. 45 അപ്പുറത്തേക്ക് പോകുന്നു. 10D ഈക്വൽ ടു 25 മൈനസ് 45 എന്ന് പറഞ്ഞാൽ 25ൽ നിന്ന് 45 കുറക്കാൻ പറ്റില്ല, തിരിച്ചു കുറക്കും. അപ്പോൾ -20 എന്ന് കിട്ടും. D ഈക്വൽ ടു 20/10 -20/10 എന്ന് പറഞ്ഞാൽ -2 സെൻറ്റിമീറ്റർ എന്നാണ്. അതായത് 2 സെൻറ്റിമീറ്റർ വെച്ച് ഇത് കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇതൊരു AP ആണെന്ന് മനസ്സിലാക്കുക. 45ന്ന് 2 കുറഞ്ഞ് 43, അങ്ങനെ പോയാണ് 25 ആയിരിക്കുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് അറിയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ മിഡിൽ റിംഗ്. 11 റങ് ഉണ്ട്. 11 ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കാനായിട്ട് 11നോട് 1 കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12/2 ആറാമത്തതായിരിക്കും നടുക്കത്തെ റങ്. ഓക്കെ, ഒന്നുകൂടി പറയാം. 11 വാല്യൂ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്കത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ആറാമത്തെ വാല്യൂ ആയിരിക്കും. അതെങ്ങനെ കണ്ടെത്തുക? അപ്പോൾ ഇതണ്ട, ഇവിടെ നിന്ന് 1 2 3 4 5 ഇങ്ങോട്ട്, 1 2 3 4 5 അങ്ങോട്ട്, 5 ഇങ്ങോട്ട് 5 ഇങ്ങോട്ട്. അപ്പോൾ ആറാമത്തെ വാല്യൂ ആയിരിക്കും നടുക്കത്ത്. അപ്പോൾ 11 റങ് ഉണ്ടെങ്കിൽ നടുക്കത്തെ റങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ റങ്. അത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചത്? ഓഡ് നമ്പർ ആണെങ്കിൽ അതിനോട് 1 ആഡ് ചെയ്യുക, എന്നിട്ട് 2 ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ 11 റങ്ങുള്ളതിൻ്റെ നടുക്കത്തെ റങ് എന്ന് പറഞ്ഞാൽ 11 പ്ലസ് 1/2, അത് ആറാമത്തെ. അപ്പോൾ A6 കണ്ടുപിടിക്കുന്നു. A പ്ലസ് 5D, അതായത് A എന്ന് പറഞ്ഞാൽ 45 ആണ്, പ്ലസ് 5 2 കുറഞ്ഞു പറഞ്ഞാൽ വേണം -2. സോ ദാറ്റ് ബിക്കംസ് 45 പ്ലസ് -10, ദാറ്റ് ഈസ് ഈക്വൽ ടു 35 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ആറാമത്തെ റിങ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ എണ്ണുമ്പോൾ ആറാമത്തെ റിങ് ഇവിടെ വരും. ആറാമത്തെ ആറാമത്തെ റങ്ങിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് റിക്വയർഡ് ഫോർ മേക്കിംഗ് ദ ലാഡർ. അപ്പോൾ ലാഡർ ഉണ്ടാക്കാനായിട്ട് എത്ര നീളം വേണം? അപ്പോൾ ലാഡർ ഉണ്ടാക്കണ ഈ 2 സൈഡ് സാധനം വേണം, പിന്നെ ഈ റങ്സിൻ്റെ ഇതെല്ലാം മരം കൊണ്ടാണ്. അപ്പോൾ ആദ്യം ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത് ഓഫ് റങ്സ് എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെ കണ്ടുപിടിക്കാം? 45 മുതൽ അതിൽ നിന്ന് 2 കുറഞ്ഞു 43, അങ്ങനെ പോയി 25 വരെ ആഡ് ചെയ്യണം. അതായത് S11 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നമുക്ക് അറിയാം ഫസ്റ്റ് ടേം 45 സെൻറ്റിമീറ്റർ ആണ്. കോമൺ ഡിഫറൻസ് -2 ആണ്. 11 റങ്സിൻ്റെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ S11. അപ്പോൾ നമുക്ക് ഫോർമുല എഴുതാം. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്. n/2 ഇൻറ്റു a പ്ലസ് l. an എന്ന് എഴുതാം. an എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം അറിയാമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇവിടെ 11 ആണ് n. 11/2 ഇൻറ്റു ഫസ്റ്റ് ടൈം 45 പ്ലസ് ലാസ്റ്റ് ടൈം 25 ആണ്. അപ്പോൾ അങ്ങനെയും ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ 11/2 ഇൻറ്റു ഇത് ആഡ് ചെയ്യുമ്പോൾ ഇൻറ്റു 70 എന്ന് കിട്ടും. സോ ഇത് 35 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 385 എന്ന് കിട്ടും. ഓക്കെ, അത്രയും സെൻറ്റിമീറ്റർ തടിക്കഷ്ണം വേണം റങ്സ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിൻ്റെ സൈഡിനൊരു ചരിവുണ്ട്. ചരിവ് ഇപ്പോൾ നമ്മൾ കണക്കിലെടുത്തില്ലെങ്കിൽ 300 മീറ്റർ വേണം. ഓക്കെ, ചെറിയൊരു ചരിവുണ്ട്, ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. തൽക്കാലം ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടണ്ട. അപ്പോൾ സൈഡ് വുഡ് ഈക്വൽ ടു 300 മീറ്റർ പ്ലസ് 300 മീറ്റർ, അപ്പോൾ 600 ആവും. അപ്പോൾ ടോട്ടൽ വുഡ് എത്ര വേണം? ടോട്ടൽ വുഡ് ഈക്വൽ ടു 600 പ്ലസ് 385 ഈക്വൽ ടു 985 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ വേണമെങ്കിൽ 9.85 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇവിടെ ഇത് പൂർണ്ണമായും കറക്റ്റ് അല്ല, കാരണം നിങ്ങളുടെ ചരിവ് വരുമ്പോൾ ഇത് 3 മീറ്റർ വേണമെങ്കിൽ അതിൽ ഒരു അല്പം കൂടുതലുണ്ടാവും. ചരിവിനെക്കുറിച്ചുള്ള കണക്കൊന്നും മെൻഷൻ ചെയ്യാതെ ഒരു അപ്രോക്സിമേറ്റ് ആണിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നമ്മുടെ കണക്കിന് ഇത് തന്നെ ധാരാളം.